ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം നമുക്ക് വായിച്ച് ധ്യാനിച്ച് പഠിക്കാം. 1 സാമുവേൽ അധ്യായം 2. ഹന്നായുടെ കീർത്തനം. ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു: എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എൻ്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു. എൻ്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു, എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല, കർത്താവല്ലാതെ മറ്റാരുമില്ല. നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ ഒരു ആശ്രയമില്ല. അഹന്തയോടെ മേലിൽ സംസാരിക്കരുത്, നിന്റെ നാവിൽ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ. കാരണം കർത്താവ് സർവജ്ഞനായ ദൈവമാണ്, പ്രവർത്തികളെ വിലയിരുത്തുന്നത് അവിടുന്നാണല്ലോ. വീരന്മാരുടെ വില്ലുകൾ തകരുന്നു, ബലഹീനരാകട്ടെ ശക്തി പ്രാപിക്കുന്നു. സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു, വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു. വന്ധ്യ 7 പ്രസവിക്കുന്നു, സന്താന സമ്പത്തുള്ളവൾ നിരാലംബയാകുന്നു. കർത്താവ് ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു. അവിടുന്ന് പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നു. ദരിദ്രനും ധനികനും ആക്കുന്നത് കർത്താവാണ്, താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. ദരിദ്രനെ അവിടുന്ന് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നു. അങ്ങനെ അവരെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തി ഉന്നത സ്ഥാനങ്ങൾക്ക് അവകാശികളാക്കുന്നു. ഭൂമിയുടെ അടിത്തൂണുകൾ കർത്താവിൻ്റെതാണ്, അതിന്മേൽ അവിടുന്ന് ലോകത്തെ ഉറപ്പിച്ചിരിക്കുന്നു. തൻ്റെ വിശ്വസ്തരുടെ പാദങ്ങളെ അവിടുന്ന് കാക്കുന്നു. ദുഷ്ടന്മാർ അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നു, ശക്തിയാൽ ആരും പ്രബലനാകുന്നില്ല. കർത്താവ് പ്രതിയോഗികളെ ഛിന്നഭിന്നമാക്കുന്നു, അവർക്കെതിരെ ആകാശത്തിൽ ഇടിമുഴക്കുന്നു. അവിടുന്ന് ഭൂമിയെ മുഴുവൻ വിധിക്കും. തൻ്റെ രാജാവിന് ശക്തി കൊടുക്കും, തൻ്റെ അഭിഷിക്തൻ്റെ ശിരസ്സുയരുമാറാക്കും. അനന്തരം എൽക്കാന റാമായിലുള്ള തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി. ബാലനായ സാമുവേലാകട്ടെ പുരോഹിതനായ ഏലിയുടെ സാന്നിധ്യത്തിൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു. ഏലിയുടെ പുത്രന്മാർ ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരുമായിരുന്നു. ജനങ്ങളിൽ നിന്ന് പുരോഹിതന്മാർക്ക് ലഭിക്കേണ്ട വിഹിതത്തെ സംബന്ധിക്കുന്ന നിയമം അവർ മാനിച്ചില്ല. ആരെങ്കിലും ബലിയർപ്പിച്ച മാംസം പാകം ചെയ്യുമ്പോൾ പുരോഹിതന്റെ ഭൃത്യൻ പാത്രത്തിൽ മുപ്പല്ലുകൊണ്ട് കുത്തി അതിൽ കിട്ടുന്നത് മുഴുവൻ പുരോഹിതനു വേണ്ടി എടുത്തിരുന്നു. ഷീലോയിൽ വന്നിരുന്ന ഇസ്രായേൽക്കാരോടെല്ലാം അവർ ഇപ്രകാരമാണ് പ്രവർത്തിച്ചത്. കൂടാതെ മേധസ് ദഹിപ്പിക്കുന്നതിനു മുമ്പ് തന്നെ ബലിയർപ്പിക്കുന്നവനോട് പുരോഹിതന്റെ ഭൃത്യൻ വന്ന് പറയും: പുരോഹിതനു വേണ്ടി പാകം ചെയ്യാൻ കുറെ മാംസം തരിക. പച്ചമാംസമല്ലാതെ വേവിച്ചത് അദ്ദേഹം സ്വീകരിക്കുകയില്ല. ആദ്യം മേധസ് ദഹിപ്പിക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം എന്ന് തടസ്സം പറഞ്ഞാൽ പോരാ, ഇപ്പോൾ തന്നെ വേണം, അല്ലെങ്കിൽ ഞാൻ ബലം പ്രയോഗിച്ചെടുക്കും എന്ന് അവൻ മറുപടി പറയുമായിരുന്നു. ഏലിയുടെ പുത്രന്മാരുടെ പാപം ദൈവസന്നിധിയിൽ ഗുരുതരമായി തീർന്നു. അത്ര അശ്രദ്ധയോടെയാണ് അവർ കർത്താവിനുള്ള അർച്ചനയെ വീക്ഷിച്ചത്. ബാലനായ സാമുവേൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു. ചണനൂൽ കൊണ്ടുള്ള ഒരു വിശേഷ വസ്ത്രമാണ് അവൻ ധരിച്ചിരുന്നത്. ബലിയർപ്പിക്കാൻ ഭർത്താവിനോടൊത്ത് വർഷം തോറും പോകുമ്പോൾ അവൻ്റെ അമ്മ ചെറിയ ഉടുപ്പുണ്ടാക്കി അവന് കൊടുത്തിരുന്നു. കർത്താവിന് സമർപ്പിച്ച ഈ കുട്ടിക്ക് പകരം ഈ സ്ത്രീയിൽ നിന്ന് തന്നെ വേറെ സന്താനങ്ങളെ ദൈവം നൽകട്ടെ എന്ന് എൽക്കാനയെയും ഭാര്യയെയും ഏലി അനുഗ്രഹിച്ചിരുന്നു. പിന്നീട് അവർ വീട്ടിലേക്ക് പോകും. കർത്താവ് ഹന്നായെ കടാക്ഷിച്ചു. അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ബാലനായ സാമുവേലാകട്ടെ കർത്താവിൻ്റെ സന്നിധിയിൽ വളർന്നു വന്നു. ഏലി വൃദ്ധനായി. തൻ്റെ പുത്രന്മാർ ഇസ്രായേൽ ജനത്തോട് ചെയ്തിരുന്നതെല്ലാം അവൻ കേട്ടു.
സമാഗമ കൂടാരത്തിന്റെ പ്രവേശന കവാടത്തിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകളോടൊത്ത് അവർ ശയിച്ചിരുന്ന വിവരവും അവൻ അറിഞ്ഞു. അവൻ അവരോട് പറഞ്ഞു, എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? നിങ്ങളുടെ ദുഷ്കൃത്യങ്ങളെ പറ്റി ഓരോരുത്തർ പറയുന്നത് ഞാൻ കേൾക്കുന്നു. മക്കളെ, മേലാൽ അങ്ങനെ ചെയ്യരുത്. നിങ്ങളെപ്പറ്റി ദൈവജനം പറഞ്ഞ് ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ തീരെ നന്നല്ല. മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ ദൈവം അവന് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. കർത്താവിനോട് പാപം ചെയ്താൽ ആര് മാധ്യസ്ഥം വഹിക്കും? പക്ഷേ അവർ പിതാവിൻ്റെ വാക്കു കേട്ടില്ല. കാരണം അവരെ നശിപ്പിക്കാൻ കർത്താവ് നിശ്ചയിച്ചിരുന്നു. ബാലനായ സാമുവേലാകട്ടെ കർത്താവിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. കർത്താവ് അയച്ച ഒരാൾ ഏലിയുടെ അടുക്കൽ വന്നു പറഞ്ഞു, കർത്താവ് ഇപ്രകാരം പറയുന്നു, നിന്റെ പിതാവിൻ്റെ കുടുംബം ഈജിപ്തിൽ ഫറവോയുടെ ഭവനത്തിൽ അടിമയായിരിക്കുമ്പോൾ ഞാൻ അവർക്ക് എന്നെ തന്നെ വെളിപ്പെടുത്തി. എൻ്റെ ബലിപീഠത്തെ സമീപിക്കാനും ധൂപാർപ്പണം നടത്താനും എൻ്റെ മുൻപിൽ എഫോദ് ധരിക്കാനും ഇസ്രായേലിൻ്റെ എല്ലാ ഗോത്രങ്ങളിലും നിന്നും ഞാൻ അവനെ എൻ്റെ പുരോഹിതനായി തിരഞ്ഞെടുത്തു. ഇസ്രായേൽ മക്കൾ ദഹനബലിക്ക് അർപ്പിച്ചതെല്ലാം നിന്റെ പിതൃഭവനത്തിനു ഞാൻ കൊടുത്തു. എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് അർപ്പിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ള ബലികളെയും കാഴ്ചകളെയും നീ ആർത്തിയോടെ നോക്കുന്നത്? നിങ്ങൾ എൻ്റെ ജനം എനിക്കർപ്പിക്കുന്ന സകല ബലികളുടെയും വിശിഷ്ടഭാഗം തിന്നു കൊഴുത്തു. എന്നേക്കാൾ കൂടുതൽ നിന്റെ മക്കളെ നീ ബഹുമാനിക്കുന്നതെന്ത്? അതിനാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെയും നിന്റെ പിതാവിൻ്റെയും കുടുംബം നിത്യവും എനിക്ക് ശുശ്രൂഷ ചെയ്യുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ കർത്താവായ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഇനി അങ്ങനെ ആയിരിക്കുകയില്ല. എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിക്കപ്പെടും. വാർദ്ധക്യത്തിലെത്താൻ ആർക്കും ഇടയാകാത്ത വിധം നിന്റെയും നിന്റെ പിതൃകുടുംബത്തിൻ്റെയും ശക്തി ഞാൻ ക്ഷയിപ്പിക്കുന്ന ദിവസം ഇതാ അടുത്തിരിക്കുന്നു. ഇസ്രായേൽ ജനത്തിൽ മറ്റുള്ളവർക്കു ഞാൻ നൽകുന്ന അനുഗ്രഹങ്ങൾ കണ്ട് നിങ്ങൾ അസ്വസ്ഥരും അസൂയാലുക്കളുമാകും. പക്ഷേ നിന്റെ കുടുംബത്തിൽ പ്രായം ചെന്നവരായി മേലിൽ ആരും ഉണ്ടാവുകയില്ല. നിങ്ങളിൽ ഒരുവനെ എൻ്റെ ബലിപീഠത്തിൽ നിന്ന് ഞാൻ വിച്ഛേദിക്കുകയില്ല. കണ്ണീരുകൊണ്ട് അവനെ കാഴ്ച മങ്ങുകയും ഹൃദയം ഉരുകുകയും ചെയ്യും. നിന്റെ സന്താനങ്ങൾ വാളിനിരയാകും. നിന്റെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനഹാസും ഒരേ ദിവസം തന്നെ മരിക്കും. ഇത് നിനക്ക് അടയാളമായിരിക്കും. എനിക്ക് വേണ്ടി വിശ്വസ്തനായ ഒരു പുരോഹിതനെ ഞാൻ തിരഞ്ഞെടുക്കും. എൻ്റെ ഹൃദയാഭിലാഷമനുസരിച്ച് അവൻ പ്രവർത്തിക്കും. അവൻ്റെ കുടുംബം ഞാൻ നിലനിർത്തും. എൻ്റെ അഭിഷിക്തൻ്റെ സന്നിധിയിൽ അവൻ നിത്യവും ശുശ്രൂഷ ചെയ്യും. നിന്റെ കുടുംബത്തിൽ അവശേഷിക്കുന്നവരെല്ലാം ഒരു വെള്ളിക്കാശിനും ഒരു കഷണം അപ്പത്തിനും വേണ്ടി അവനോട് യാചിച്ചുകൊണ്ട് പറയും, ഒരു കഷണം അപ്പം ലഭിക്കേണ്ടതിന് എന്നെ ഏതെങ്കിലും ഒരു പുരോഹിത വൃത്തിക്കു ചേർക്കണമേ. ദൈവത്തിന് സ്തുതി. ഈ വചനം വായിക്കുമ്പോൾ ആദ്യം ഹന്നായുടെ കീർത്തനം വായിച്ചപ്പോൾ സന്തോഷവും, പിന്നെ ഏലിയുടെ ജീവിതം വായിച്ചപ്പോൾ സങ്കടവും തോന്നി. ഹന്നായുടെ കീർത്തനം. കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് ദൈവം അവൾക്കൊരു കുഞ്ഞിനെ നൽകിയപ്പോൾ അവൾ നേർച്ച നിറവേറ്റി കർത്താവിന് ആ മകനെ സമർപ്പിച്ചു. എന്നിട്ട് കർത്തൃസന്നിധിയിൽ നിന്ന് അവൾ പാടുകയാണ്. ഹന്ന എങ്ങനെ പ്രാർത്ഥിച്ചു? എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു. ഹന്നായുടെ കീർത്തനം നമുക്കതൊന്നുകൂടെ വായിക്കാം. 2-ാം അധ്യായം 1-ാം വാക്യം. ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എൻ്റെ ശിരസ് കർത്താവിൽ ഉയർന്നു നിൽക്കുന്നു, എൻ്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു. എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. കർത്താവിൻ്റെ രക്ഷയിൽ ആനന്ദിക്കുവാൻ, കർത്താവിൽ ആനന്ദിക്കുവാൻ നമുക്കും സാധിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എൻ്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു, എൻ്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു. എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. 2-ാം തിരുവചനം. കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല, കർത്താവല്ലാതെ മറ്റാരുമില്ല. നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ ഒരു ആശ്രയമില്ല.
വചനം നമുക്ക് പഠിക്കാം കേട്ടോ. കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല, കർത്താവല്ലാതെ മറ്റാരുമില്ല, നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ ഒരു ആശ്രയമില്ല. ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ആഴപ്പെടാം. നമുക്ക് പ്രാർത്ഥിക്കാം. 3-ാം തിരുവചനം, അഹന്തയോടെ മേൽ സംസാരിക്കരുത്, നിന്റെ നാവിൽ നിന്നു ഗർവ് പുറപ്പെടാതിരിക്കട്ടെ. കാരണം സർവജ്ഞനായ ദൈവമാണ് പ്രവർത്തികളെ വിലയിരുത്തുന്നത്, അവിടുന്നാണല്ലോ. കാരണം കർത്താവ് സർവജ്ഞനായ ദൈവമാണ്, പ്രവർത്തികളെ വിലയിരുത്തുന്നത് അവിടുന്നാണല്ലോ. 4-ാം തിരുവചനം, വീരന്മാരുടെ വില്ലുകൾ തകരുന്നു, ബലഹീനരാകട്ടെ ശക്തി പ്രാപിക്കുന്നു. വീരന്മാരുടെ വില്ലുകൾ തകരുന്നു, ബലഹീനരാകട്ടെ ശക്തി പ്രാപിക്കുന്നു. 5-ാം തിരുവചനം, സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു, വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു. വന്ധ്യ 7 പ്രസവിക്കുന്നു, സന്താന സമ്പത്തുള്ളവൾ നിരാലംബയാകുന്നു. 6-ാം തിരുവചനം, കർത്താവ് ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു, അവിടുന്ന് പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നു. ആരാണ് ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത്? കർത്താവാണ്. അവിടെ നിന്ന് തന്നെയാണ് പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നത്. 7-ാം തിരുവചനം, ദരിദ്രനും ധനികനുമാക്കുന്നത് കർത്താവാണ്, താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. ആരാണ് നമ്മളെ ദരിദ്രനും ധനികനുമാക്കുന്നത്? കർത്താവ് തന്നെയാണ്. താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. 8-ാം തിരുവചനം, ദരിദ്രനെ അവിടുന്ന് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നു. അങ്ങനെ അവരെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തി ഉന്നത സ്ഥാനങ്ങളൊക്കെ അവകാശികളാക്കുന്നു. ഭൂമിയുടെ അടിത്തൂണുകൾ കർത്താവിൻ്റെതാണ്, അതിന്മേൽ അവിടുന്ന് ലോകത്തെ ഉറപ്പിച്ചിരിക്കുന്നു. ഭൂമിയുടെ അടിത്തൂണുകൾ കർത്താവിൻ്റെതാണ്, അതിന്മേൽ അവിടുന്ന് ലോകത്തെ ഉറപ്പിച്ചിരിക്കുന്നു. 9-ാം തിരുവചനം, തൻ്റെ വിശ്വസ്തരുടെ പാദങ്ങളെ അവിടുന്ന് കാക്കുന്നു, ദുഷ്ടന്മാർ അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നു, ശക്തിയാൽ ആരും പ്രബലനാകുന്നില്ല. കണ്ടോ, ശക്തി കൊണ്ട് ആരും പ്രബലനാകുന്നില്ല, വിജയിക്കുന്നില്ല. കർത്താവിൻ്റെ കാരുണ്യമാണ് വിജയിക്കുന്നത്. ദുഷ്ടന്മാർ അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നു. തൻ്റെ വിശ്വസ്തരുടെ പാദങ്ങളെ, നീതിമാന്മാരുടെ പാദങ്ങളെ കാക്കുന്നത് ആരാണ്? കർത്താവാണ്. തൻ്റെ വിശ്വസ്തരുടെ പാദങ്ങളെ അവിടുന്ന് കാക്കുന്നു. പാദങ്ങളെ കാക്കുന്നോ ജീവിത മാർഗങ്ങളെ കാത്തു പരിപാലിക്കുന്നത് കർത്താവാണ്. ദുഷ്ടന്മാർ അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നു, ശക്തിയാൽ ആരും ബലഹീനനാകുന്നില്ല. 10-ാം തിരുവചനം, കർത്താവ് പ്രതിയോഗികളെ ഛിന്ന ഭിന്നമാക്കുന്നു, അവർക്കെതിരെ ആകാശത്തിൽ ഇടിമുഴക്കുന്നു, അവിടുന്ന് ഭൂമിയെ മുഴുവൻ വിധിക്കും. തൻ്റെ രാജാവിന് ശക്തി കൊടുക്കും, തൻ്റെ അഭിഷിക്തൻ്റെ ശിരസുയരുമാറാക്കും. 11-ാം തിരുവചനം, അനന്തരം എൽക്കാന റാമായിലുള്ള തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി. ബാലനായ സാമുവേലാകട്ടെ പുരോഹിതനായ ഏലിയുടെ സാന്നിധ്യത്തിൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു. അപ്പോൾ ഹന്ന ദൈവത്തെ പാടി സ്തുതിച്ച് ബലി അർപ്പിച്ചതിന് ശേഷം റാമായിലുള്ള തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി. ബാലനായ സാമുവേലാകട്ടെ പുരോഹിതനായ ഏലിയുടെ സാന്നിധ്യത്തിൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു. ഒരമ്മയ്ക്ക് തൻ്റെ മകനെ ദേവാലയത്തിലാണെങ്കിലും സമർപ്പിച്ചിട്ട് പോകുമ്പോൾ വേർപിരിയലിൻ്റെ ഒക്കെ വേദനയും നൊമ്പരും ഒക്കെ ഉണ്ടാവും. പക്ഷേ ദൈവം തന്ന കുഞ്ഞിനെ ദൈവത്തിന് നൽകാനുള്ള ആ അമ്മയുടെ തീവ്രമായ സമർപ്പണവും കർത്താവിനോട് അമ്മ പുലർത്തിയ വിശ്വസ്തതയും തീർച്ചയായും ഒത്തിരി അനുഗ്രഹപ്രദമാണ്. ബാലനായ സാമുവേലാകട്ടെ ഏലിയുടെ സാന്നിധ്യത്തിൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു. അപ്പോൾ ഈ ബാലനായി ദേവാലയത്തിൽ സമർപ്പിക്കുന്നത് വരെ അമ്മ അവൻ്റെ ചെവിയിൽ പറഞ്ഞു കൊടുത്തിരുന്നത് ഈശോയ്ക്ക് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യേണ്ട മകനാണ് എന്ന് ഹൃദയത്തിൽ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു. അല്ലെങ്കിൽ അയ്യോ എന്നെയും കൊണ്ട് കൊണ്ടുപോകും അമ്മേ എന്ന് പറഞ്ഞ് നമ്മുടെ പിള്ളേരാണെങ്കിൽ കരയും അല്ലേ, നിൽക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ സമർപ്പണം, അതായത് ആ ബാലൻ്റെ ഹൃദയത്തിലും അമ്മ ആ വിശ്വാസം ആഴപ്പെടുത്തിയിട്ടാണ്
അവനെ ദേവാലയത്തിൽ സമർപ്പിച്ചത്. അതുകൊണ്ടാണ് ആ ബാലനായ സാമുവേൽ കേട്ടോ. ഈ ഓരോ വചനവും വായിക്കുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ പലതരം ചിന്തകൾ വരുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒത്തിരി വലുതായി മാറും. അതുകൊണ്ട് ഞാൻ അടുത്ത വചനം വായിക്കുകയാണ്. ഏലിയുടെ പുത്രന്മാർ. അപ്പം നോക്കിക്കേ, ഹന്നായുടെ കീർത്തനം എന്ന് പറയുന്ന ആ തലക്കെട്ടിന് താഴെ 11 തിരുവചന ഭാഗങ്ങളാണ് ഉള്ളത് കേട്ടോ. ഇനി ഏലിയുടെ പുത്രന്മാർ. ഇപ്പം ഹന്നായുടെ കീർത്തനം വായിച്ചപ്പോൾ ഹൃദയത്തിൽ വളരെയേറെ സന്തോഷം തോന്നി, ആനന്ദം തോന്നി. പക്ഷേ ഏലിയുടെ പുത്രന്മാരെക്കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. ഏലിയുടെ പുത്രന്മാർ ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരുമായിരുന്നു. ഏലി പുരോഹിതനാണ്. പുരോഹിതനായിരിക്കെ തൻ്റെ മക്കളെ വിശുദ്ധ മാർഗത്തിൽ നടത്താനായിട്ട് ആ പിതാവിന് സാധിച്ചില്ല. ഏലിയുടെ പുത്രന്മാർ ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരുമായിരുന്നു. 13-ാം തിരുവചനം. ജനങ്ങളിൽ നിന്നു പുരോഹിതന്മാർക്ക് ലഭിക്കേണ്ട വിഹിതത്തെ സംബന്ധിക്കുന്ന നിയമം അവർ മാനിച്ചില്ല. ജനങ്ങളിൽ നിന്ന് പുരോഹിതന്മാർക്ക് ലഭിക്കേണ്ട വിഹിതത്തെ സംബന്ധിക്കുന്ന നിയമം അവർ മാനിച്ചില്ല. 14-ാം തിരുവചനം. ആരെങ്കിലും ബലിയർപ്പിച്ച മാംസം പാകം ചെയ്യുമ്പോൾ പുരോഹിതന്റെ ഭൃത്യൻ പാത്രത്തിൽ മുപ്പല്ലി കൊണ്ട് കുത്തി അതിൽ കിട്ടുന്നത് മുഴുവൻ പുരോഹിതനു വേണ്ടി എടുത്തിരുന്നു. ഷീലോയിൽ വന്നിരുന്ന ഇസ്രായേൽക്കാരോടെല്ലാം അവർ ഇപ്രകാരമാണ് പ്രവർത്തിച്ചത്. ഷീലോയിൽ വന്നിരുന്ന ഇസ്രായേൽക്കാരോടെല്ലാം ഏലിയുടെ മക്കൾ ഇപ്രകാരം തന്നെയാണ് പ്രവർത്തിച്ചത്. 15-ാം തിരുവചനം. കൂടാതെ മേധസ് ദഹിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ബലി അർപ്പിക്കുന്നവനോട് പുരോഹിതന്റെ ഭൃത്യൻ വന്ന് പറയും, പുരോഹിതനു വേണ്ടി പാകം ചെയ്യാൻ കുറേ മാംസം തരിക. പച്ച മാംസമല്ലാതെ വേവിച്ചത് അദ്ദേഹം സ്വീകരിക്കുകയില്ല. 16-ാം തിരുവചനം. ആദ്യം മേധസ് ദഹിപ്പിക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാമെന്ന് തടസ്സം പറഞ്ഞാൽ പോരാ, ഇപ്പോൾ തന്നെ വേണം, അല്ലെങ്കിൽ ഞാൻ ബലം പ്രയോഗിച്ചും എടുക്കുമെന്ന് അവൻ മറുപടി പറയുമായിരുന്നു. അപ്പോൾ മേധസ് ദഹിപ്പിച്ചതിന് ശേഷം, കർത്താവിനുള്ള മേധസ് ദഹിപ്പിച്ചതിന് ശേഷം മാത്രമാണ് പുരോഹിതന് കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ദഹിപ്പിക്കുന്നതിന് മുമ്പ് പുരോഹിതന് വേണമെന്ന് പറഞ്ഞ് പുരോഹിതൻ്റെ ഭൃത്യൻ വന്ന് ബലം പ്രയോഗിച്ച് എടുക്കുമായിരുന്നു. ഇനി 17-ാം തിരുവചനം. ഏലിയുടെ പുത്രന്മാരുടെ പാപം ദൈവസന്നിധിയിൽ ഗുരുതരമായി തീർന്നു. അത്ര അശ്രദ്ധയോടെയാണ് അവർ കർത്താവിന് ഉള്ള അർച്ചനയെ വീക്ഷിച്ചത്. കർത്താവിൻ്റെ ബലിപീഠത്തെ അശ്രദ്ധയോടെ സമീപിക്കാതിരിക്കാൻ നമുക്കും ശ്രദ്ധിക്കാം. അതിനുള്ള കൃപ ലഭിക്കാൻ ഈശോയോട് പ്രാർത്ഥിക്കാം. ഏലിയുടെ പുത്രന്മാരുടെ പാപം ദൈവസന്നിധിയിൽ ഗുരുതരമായി തീർന്നു. നമ്മുടെ പാപവും ദൈവസന്നിധിയിൽ ഗുരുതരമായി തീരാതിരിക്കാൻ നമുക്ക് ഹൃദയം നുറങ്ങി പശ്ചാത്തപിക്കണം. 18-ാം തിരുവചനം. ബാലനായ സാമുവേൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു. ചണനൂൽ കൊണ്ടുള്ള ഒരു വിശേഷ വസ്ത്രമാണ് അവൻ ധരിച്ചിരുന്നത്. അപ്പോൾ ബാലനായ സാമുവേൽ ധരിച്ചിരുന്നത് എന്ത് വസ്ത്രമാണ്? ചണനൂൽ കൊണ്ടുള്ള ഒരു വിശേഷ വസ്ത്രമാണ് അവൻ ധരിച്ചിരുന്നത്. 19-ാം തിരുവചനം. ബലിയർപ്പിക്കാൻ ഭർത്താവിനോടൊത്ത് വർഷം തോറും പോകുമ്പോൾ അവൻ്റെ അമ്മ ചെറിയ ഉടുപ്പുണ്ടാക്കി അവന് കൊടുത്തിരുന്നു. അപ്പോൾ അവൻ്റെ അമ്മയാണ് സാമുവേലിന് ആവശ്യമുള്ള വസ്ത്രങ്ങൾ എല്ലാ വർഷവും ബലിയർപ്പിക്കാൻ വരുമ്പോൾ അമ്മയുടെ മരണം വരെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവണം അല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. 20-ാം തിരുവചനം. കർത്താവിന് സമർപ്പിച്ച ഈ കുട്ടിക്ക് പകരം ഈ സ്ത്രീയിൽ നിന്ന് തന്നെ വേറെ സന്താനങ്ങളെ ദൈവം നൽകട്ടെ എന്ന് എൽക്കാനയെയും ഭാര്യയെയും ഏലി അനുഗ്രഹിച്ചിരുന്നു. പിന്നീട് അവർ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഓരോ പ്രാവശ്യവും വരുമ്പോൾ ഏലി പുരോഹിതന് തൻ്റെ മക്കളെ വിശുദ്ധി വളർത്താൻ സാധിച്ചില്ല. പക്ഷേ പുരോഹിതൻ്റെ ആശീർവാദത്തിന് ദൈവം വില കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഓരോ പ്രാവശ്യം ആശീർവദിക്കുമ്പോഴും അവൾക്ക് ഒരു കുഞ്ഞിനെ ലഭിച്ചുകൊണ്ടിരുന്നത്. 21-ാം തിരുവചനം. കർത്താവ് ഹന്നായെ കടാക്ഷിച്ചു. അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ബാലനായ സാമുവേലാകട്ടെ കർത്താവിൻ്റെ സന്നിധിയിൽ വളർന്നു വന്നു. എനിക്ക് ആ വചനത്തെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബാലനായ സാമുവേലാകട്ടെ കർത്താവിൻ്റെ സന്നിധിയിൽ വളർന്നു വന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ വളർന്നു വരിക എന്നുള്ളത് എന്തൊരു ഭാഗ്യമാണെന്നറിയാം. 22-ാം തിരുവചനം. ഏലി വൃദ്ധനായി
തൻ്റെ പുത്രന്മാർ ഇസ്രായേൽ ജനത്തോട് ചെയ്തിരുന്നതെല്ലാം അവൻ കേട്ടു. സമാഗമ കൂടാരത്തിന്റെ പ്രവേശന കവാടത്തിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകളോടൊത്ത് അവർ സഹിച്ചിരുന്ന വിവരവും അവൻ അറിഞ്ഞു. ഏലിയുടെ ഹൃദയം നുറുങ്ങുന്നുണ്ട്. മക്കളെ പറഞ്ഞ് മനസ്സിലാക്കാൻ അവന് സാധിക്കുന്നില്ല. അവരെ തിരുത്താനും ഏലിക്ക് സാധിക്കുന്നില്ല. ഏലിയുടെ ശകാരമൊന്നും അവർ വകവയ്ക്കുന്ന പോലുമില്ല. 23-ാം തിരുവചനം, അവൻ അവരോട് പറഞ്ഞു, എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? നിങ്ങളുടെ ദുഷ്കൃത്യങ്ങളെ പറ്റി ഓരോരുത്തർ പറയുന്നത് ഞാൻ കേൾക്കുന്നു. ഇന്നത്തെ യുവതലമുറയെക്കുറിച്ച്, കർത്തൃസന്നിധിയിൽ നിന്ന് ഓടിയകന്നു പോകുന്ന യുവതലമുറയെക്കുറിച്ച് ഹൃദയം നുറുങ്ങിക്കരയണം. 24-ാം തിരുവചനം, മക്കളെ, മേലാൽ അങ്ങനെ ചെയ്യരുത്. നിങ്ങളെപ്പറ്റി ദൈവജനം പറഞ്ഞു ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ തീരെ നന്നല്ല. ഏലി മക്കളോട് പറയുകയാണ്, മേലാൽ അങ്ങനെ ചെയ്യരുത്. മക്കൾ, നിങ്ങളെപ്പറ്റി ദൈവജനം പറഞ്ഞു ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ തീരെ നന്നല്ല. 25-ാം തിരുവചനം, മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ ദൈവം അവന് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. കർത്താവിനോട് പാപം ചെയ്താൽ ആരും മാധ്യസ്ഥം വഹിക്കും. പക്ഷെ അവർ പിതാവിൻ്റെ വാക്കുകേട്ടില്ല. അവരെ നശിപ്പിക്കാൻ കർത്താവ് നിശ്ചയിച്ചിരുന്നു. അവരുടെ ഹൃദയം കഠിനമായി. അപ്പൻ്റെ ഉപദേശവും ഏലിയുടെ ഉപദേശവും അവരുടെ ഹൃദയത്തെ സ്പർശിച്ചില്ല. 26-ാം തിരുവചനം, ബാലനായ സാമുവേലാകട്ടെ കർത്താവിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. കണ്ടോ, ലൂക്കാ 2:52 എന്നതാ പറയണേ, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. അതുപോലെ തന്നെ 1 സാമുവേൽ 2-ാം അധ്യായം 26-ാം തിരുവചനം എന്ന, ബാലനായ സാമുവേലാകട്ടെ കർത്താവിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ഈ വചനം ലൂക്കാ 2:52. ഈ വചനവും കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുക. അവരെ സുഹൃതജപം മൂലം ചൊല്ലിക്കൊണ്ട് നടക്കട്ടെ. അപ്പോൾ അവരുടെ ഹൃദയങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുകയും അവർ ജ്ഞാനത്തിലും വിവേകത്തിലും ദൈവത്തിൻ്റെ പ്രീതിയിലും മനുഷ്യരുടെ പ്രീതിയിലും വളർന്നു വരാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. 27-ാം തിരുവചനം, കർത്താവ് അയച്ച ഒരാൾ ഏലിയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, കർത്താവ് ഇപ്രകാരം പറയുന്നു, നിന്റെ പിതാവിൻ്റെ കുടുംബം ഈജിപ്തിൽ ഫറവോയുടെ ഭവനത്തിൽ അടിമയായിരിക്കുമ്പോൾ ഞാൻ അവർക്ക് എന്നെ തന്നെ വെളിപ്പെടുത്തി. 27-ാം തിരുവചനത്തിലെ കർത്താവ് അയച്ച ഒരാൾ ഏലിയുടെ അടുക്കൽ വന്ന് പറയുകയാണ്, കർത്താവ് ഇപ്രകാരം പറയുന്നു, നിന്റെ പിതാവിൻ്റെ കുടുംബം ഈജിപ്തിൽ ഫറവോയുടെ ഭവനത്തിൽ അടിമയായിരിക്കുമ്പോൾ ഞാൻ അവർക്ക് എന്നെ തന്നെ വെളിപ്പെടുത്തി. 28-ാം തിരുവചനം, എൻ്റെ ബലിപീഠത്തെ സമീപിക്കാനും ധൂപാർപ്പണം നടത്താനും എൻ്റെ മുൻപിൽ എഫോദ് ധരിക്കാനും ഇസ്രായേലിൻ്റെ എല്ലാ ഗോത്രങ്ങളിലും നിന്നു ഞാൻ അവനെ എൻ്റെ പുരോഹിതനായി തിരഞ്ഞെടുത്തു. ഇസ്രായേൽ മക്കൾ ദഹനം ബലിക്ക് അർപ്പിച്ചതെല്ലാം നിന്റെ പിതൃഭവനത്തിനു ഞാൻ കൊടുത്തു. അപ്പൊ ബലി അർപ്പിക്കുമ്പോൾ കുറച്ചെടുത്ത് മാത്രമാണ് തീയിൽ ദഹിപ്പിക്കുകയുള്ളൂ. ബാക്കിയുള്ളത് എൻ്റെ പ്രധാനപ്പെട്ടതും പോഷകസമൃദ്ധവുമായ ഭാഗങ്ങൾ മുഴുവൻ പുരോഹിതന്മാർക്കാണ് ദൈവം അവകാശമായി കൊടുത്തിരുന്നത്. പക്ഷേ അത് പോരാതെയാണ് ഈ ഏലിയുടെ മക്കള് കൂടുതൽ പിടിച്ചു പറിച്ചുകൊണ്ട് വാങ്ങിക്കൊണ്ടിരുന്നത്. എന്നിട്ടും 29-ാം തിരുവചനം, എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് അർപ്പിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ള ബലികളെയും കാഴ്ചകളെയും നീ ആർത്തിയോടെ നോക്കുന്നത്? കർത്താവിന് വേണ്ടി നേർച്ച കാഴ്ചകൾ വെച്ചിരിക്കുന്ന വസ്തുവിലയോടെ ആർത്തിയോടെ നോക്കരുത്. നിങ്ങൾ എൻ്റെ ജനം എനിക്ക് അർപ്പിക്കുന്ന സകല ബലികളുടെയും വിശിഷ്ട ഭാഗം തിന്നുകൊടുത്തു. എന്നേക്കാൾ കൂടുതൽ നിന്റെ മക്കളെ നീ ബഹുമാനിക്കുന്നത് എന്ത്? ഏലി പറഞ്ഞിട്ട് മനസ്സിലായില്ല. പക്ഷേ ഏലിക്ക് മക്കളെ ശിക്ഷിക്കാനോ തിരുത്താനോ സാധിച്ചില്ല. അപ്പോൾ ഏലി അവിടെ കുറ്റക്കാരനായി മാറിയിരിക്കുകയാണ്. 30-ാം തിരുവചനം, അതിനാൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെയും നിന്റെ പിതാവിൻ്റെയും കുടുംബം നിത്യവും എനിക്ക് ശുശ്രൂഷ ചെയ്യുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ കർത്താവായ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഇനി അങ്ങനെ ആയിരിക്കുകയില്ല. എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിക്കപ്പെടും. വായിക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട്. കണ്ടോ, അതുവരെ ഏലിയുടെ കുടുംബത്തിൽ നിന്ന് മാത്രമാണ് ആരുണ്ടായിരുന്നത്? പുരോഹിതരുണ്ടായിരുന്നത്.
അപ്പോൾ ഈശോ പറയാണ്, ദൈവം പറയുകയാണ്, ഇതുവരെ നിൻ്റെ കുടുംബത്തിൽ നിന്നാണ് എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ പുരോഹിതരെ ഞാൻ തിരഞ്ഞെടുക്കുന്നതെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ഇപ്പോൾ കർത്താവായി ഞാൻ പ്രഖ്യാപിക്കുന്നു, ഇനി അങ്ങനെ ആയിരിക്കുകയില്ല. എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും, എന്നെ നിന്ദിക്കുവന്നവർ നിന്ദിക്കപ്പെടും. 31-ാം തിരുവചനം. വാർദ്ധക്യത്തിലെത്താൻ ആർക്കും ഇടയാകാത്ത വിധം നിന്റെയും നിന്റെ പിതൃ കുടുംബത്തിന്റെയും ശക്തി ഞാൻ ക്ഷയിപ്പിക്കുന്ന ദിവസം ഇതാ അടുത്തെത്തിയിരിക്കുന്നു. 32-ാം തിരുവചനം. ഇസ്രായേൽ ജനത്തിൽ മറ്റുള്ളവർക്കു ഞാൻ നൽകുന്ന അനുഗ്രഹങ്ങൾ കണ്ട് നിങ്ങൾ അസ്വസ്ഥരും അസൂയാലുക്കളുമാകും. പക്ഷേ നിന്റെ കുടുംബത്തിൽ പ്രായം ചെന്നവരായി മേലിൽ ആരും ഉണ്ടാവുകയില്ല. 33-ാം തിരുവചനം. നിങ്ങളിൽ ഒരുവനെ എൻ്റെ ബലിപീഠത്തിൽ നിന്ന് ഞാൻ വിച്ഛേദിക്കുകയില്ല. കണ്ണീരുകൊണ്ട് അവൻ്റെ കാഴ്ച മങ്ങുകയും ഹൃദയം ഉരുകുകയും ചെയ്യും. നിന്റെ സന്താനങ്ങൾ വാളിനിരയാകും. 34-ാം തിരുവചനം. നിന്റെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനഹാസും ഒരേ ദിവസം തന്നെ മരിക്കും. 35-ാം തിരുവചനം. ഇത് നിനക്ക് അടയാളമായിരിക്കും. എനിക്ക് വേണ്ടി വിശ്വസ്തനായ ഒരു പുരോഹിതനെ ഞാൻ തിരഞ്ഞെടുക്കും. എൻ്റെ ഹൃദയാഭിലാഷം അനുസരിച്ച് അവൻ പ്രവർത്തിക്കും. അവൻ്റെ കുടുംബം ഞാൻ നിലനിർത്തും. എൻ്റെ അഭിഷിക്തൻ്റെ സന്നിധിയിൽ അവൻ നിത്യവും ശുശ്രൂഷ ചെയ്യും. വിശ്വസ്തരുടെ കുടുംബത്തിൽ നിന്ന് ദൈവം ഒരു വിശ്വസ്തനായ ഒരു പുരോഹിതനെ തിരഞ്ഞെടുക്കുമെന്ന് ഇവിടെ ഏലിയോട് പറയുകയാണ്. ഇത് നിനക്ക് അടയാളമായിരിക്കും. എനിക്ക് വേണ്ടി വിശ്വസ്തനായ ഒരു പുരോഹിതനെ ഞാൻ തിരഞ്ഞെടുക്കും. എൻ്റെ ഹൃദയാഭിലാഷം അനുസരിച്ച് അവൻ പ്രവർത്തിക്കും. നമ്മുടെ പുരോഹിതർക്ക് കർത്താവിൻ്റെ ഹൃദയാഭിലാഷം അനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള വലിയ കൃപ ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്ന പുരോഹിതര് കർത്താവ് തിരഞ്ഞെടുത്തവരാണ്. കർത്താവിന് വേണ്ടി വിശ്വസ്തനായ പുരോഹിതനെയാണ് അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓരോ പുരോഹിതനും കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്ന അഭിഷേകം ചെയ്തവനാണ്. ഓരോ പുരോഹിതനും കർത്താവിൻ്റെ ഹൃദയാഭിലാഷം അനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ്. നമുക്ക് നമ്മുടെ പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇത് അടയാളമായിരിക്കും. എനിക്ക് വേണ്ടി വിശ്വസ്തനായ ഒരു പുരോഹിതനെ ഞാൻ തിരഞ്ഞെടുക്കും. എൻ്റെ ഹൃദയാഭിലാഷം അനുസരിച്ച് അവൻ പ്രവർത്തിക്കും. അവൻ്റെ കുടുംബം ഞാൻ നിലനിർത്തും. എൻ്റെ അഭിഷിക്തൻ്റെ സന്നിധിയിൽ അവൻ നിത്യവും ശുശ്രൂഷ ചെയ്യും. നിന്റെ കുടുംബത്തിൽ അവശേഷിക്കുന്നവരെല്ലാം ഒരു വെള്ളിക്കാശിനും ഒരു കഷണം അപ്പത്തിനും വേണ്ടി അവനോട് യാചിച്ചുകൊണ്ട് പറയും, ഒരു കഷണം അപ്പം ലഭിക്കേണ്ടതിന് എന്നെ ഏതെങ്കിലും ഒരു പുരോഹിത വൃത്തിക്കു ചേർക്കണമേ. അപ്പോൾ ഏലിയുടെ കുടുംബത്തിൽ അവശേഷിക്കുന്നവരെല്ലാം ഒരു വെള്ളിക്കാശിനും ഒരു കഷ്ണം അപ്പത്തിനും വേണ്ടി അവനോട് യാചിച്ചുകൊണ്ട് പറയും, ഒരു കഷ്ണം അപ്പം ലഭിക്കേണ്ടതിനെ എന്നെ ഏതെങ്കിലും ഒരു പുരോഹിത വൃത്തിക്ക് ചേർക്കണമേ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഈ തിരുവചന ഭാഗം ആവർത്തിച്ച് വായിക്കാം. മക്കൾ വഴിതെറ്റിപ്പോയത് കൊണ്ട് മനോവേദന അനുഭവിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾ നന്മയിലായത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, കർത്താവിൻ്റെ കാരുണ്യം കൊണ്ടാണ്. ഇത് വായിക്കുന്നവർക്ക് ഹൃദയങ്ങളിൽ പശ്ചാത്താപം നിറയാനും മക്കളെ നേർവഴിക്ക് നയിക്കുവാനുള്ള വലിയ കൃപ, അഭിഷേകം. അന്ന് അവർക്ക് യേശുവിനെ അറിയില്ലായിരുന്നു. ഇന്ന് നമുക്ക് യേശുവിൻ്റെ സന്നിധിയിൽ യേശു നാമത്തിൽ ആശ്രയിച്ച് ശാപബന്ധനങ്ങളിൽ നിന്നും പാപശാപബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കും. വിശുദ്ധ കുർബാനയിൽ നമ്മുടെ ഹൃദയങ്ങളെ ചേർത്ത് വെച്ച് കർത്താവെ തെറ്റിപ്പോയി കരുണയായിരിക്കണമേ എന്ന് പറയാം. പാപങ്ങൾ ഏറ്റുപറഞ്ഞ അനുരഞ്ജന കുദാശയിലൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഏറ്റുപറയാം. നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായി സേവനം ചെയ്യുവാൻ
പ്രാർത്ഥിക്കുവാൻ, വ്യാപരിക്കുവാൻ കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോഗോസ് ക്വിസ് പരീക്ഷയ്ക്ക് പഠിക്കുക എന്നതിനേക്കാൾ ഉപരി തിരുവചനം എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ പതിയുവാനും പാപബോധവും പശ്ചാത്താപവും മാനസാന്തരാനുഭവവും ഏറ്റുപറച്ചിലിൻ്റെ അനുരഞ്ജന കുദാശയുടെ അനുഗ്രഹങ്ങളും പ്രാപിക്കാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഇത് വായിക്കുന്ന എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥനയിൽ ഓർക്കണമേ. ദൈവത്തിന് സ്തുതി.